നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയ ശേഷം പുറത്തേക്കിറങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സഖാക്കൾ ഇപ്പോൾ ജയിലിൽ കിടന്ന് മോങ്ങുകയാണ്. ഇവർ ആദ്യം കരുതിയത് ഏതൊരു സമരത്തിനും ശേഷം, അതായത് ഇവിടെ സെക്രട്ടേറിയറ്റ് നടയിലും മറ്റും വലിയ അക്രമ സമരങ്ങൾ സഖാക്കൾ നടത്താറുണ്ടല്ലോ. ഈ അക്രമ സമരങ്ങളിൽ പോലീസിന് നേരെ കല്ലെറിയാറുണ്ട്. കല്ലും കുപ്പിയുമെല്ലാം പോലീസിന് നേരെ വലിച്ചെറിയുന്നവരുണ്ട്. കൊടിതോരണങ്ങൾ കെട്ടിവരുന്ന കമ്പുകൾ ഉപയോഗിച്ച് പോലീസ് വാഹനങ്ങളും മറ്റും അടിച്ച് തകർക്കുന്നവരുണ്ട്. അവിടെ പോലീസിൻ്റെ ഷീൽഡുകളും ഹെൽമറ്റുകളും ഒക്കെ പിടിച്ചു വാങ്ങി തകർക്കുന്നവരുണ്ട്. ഈ അക്രമങ്ങൾക്കൊക്കെ ശേഷം ജയിലിൽ പോകുന്ന സഖാക്കളെ മണിക്കൂറുകൾക്കകം അവരുടെ നേതാക്കൾ വന്ന് തിരിച്ചിറക്കിക്കൊണ്ട് വരികയാണ് പതിവ്. കൂടിപ്പോയാൽ 1-2 ദിവസം ജയിലിൽ കിടക്കേണ്ടി വരും. അത് അങ്ങനെയാകുമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് EDക്കെതിരെ വലിയ അക്രമം തിരുവനന്തപുരത്തെ ചില സഖാക്കൾ നടത്തിയത്. ED ഉദ്യോഗസ്ഥർ അവരുടെ കടമ നിർവഹിച്ച ശേഷം, അതായത് റെയ്ഡ് നടത്തിയ ശേഷം, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആയിരുന്നു വലിയ ആക്രമണം ഇവർ നടത്തിയത്. കല്ലും അതുപോലെ തന്നെ വടികളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ കാറിനു നേരെ ജനക്കൂട്ടം പാഞ്ഞടുക്കുകയായിരുന്നു. കാർ പൂർണ്ണമായും അടിച്ചു തകർത്തു. അതിനകത്തുണ്ടായിരുന്ന കേന്ദ്രസേനാ ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ ED ഉദ്യോഗസ്ഥർക്കുമെല്ലാം പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. ഡ്രൈവർക്കടക്കം പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. 3 കാറുകൾ അടിച്ചു തകർത്തു. ഈ കാറുകൾക്ക് വലിയ നഷ്ടം സംഭവിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ കനത്ത ആക്രമണമാണ്, ഒരു വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ആക്രമണമാണ് സഖാക്കൾ ED സംഘത്തിന് നേരെ നടത്തിയത്. ആർക്കെതിരെ എന്താണ് ചെയ്യുന്നത് എന്ന് ബോധമില്ലാതെ നടത്തിയ ആക്രമണം. അപ്പോഴും ജയിലിൽ പോകുന്ന സഖാക്കളുടെ മുഖത്ത് വലിയ ചിരിയുണ്ടായിരുന്നു. കാരണം മണിക്കൂറുകൾക്കകം നേതാക്കൾ ഇടപെട്ട് ഈ സഖാക്കളെയൊക്കെ തിരികെ ഇറക്കുമെന്ന്. കൂടിപ്പോയാൽ 2 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച, അത് കഴിഞ്ഞാൽ നേരെ നാട്ടിലേക്ക് വരാമെന്നും രാഷ്ട്രീയ പ്രവർത്തനം തുടരാമെന്നും നേതാക്കന്മാരുടെ ഗുഡ് ബുക്കിൽ കയറിപ്പറ്റി പിന്നീട് പിൻവാതിൽ നിയമനങ്ങളിലേക്ക് അടക്കം പോകാമെന്നുമൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ കാര്യങ്ങൾ നേരെ തിരിഞ്ഞു മറിയുകയാണ്. അതായത് ED കൂടുതൽ നടപടി കടുപ്പിക്കുകയാണ്. ED വീണ വിജയനെതിരെയും അതുപോലെ തന്നെ CMRLനെതിരെയും ഒക്കെയാണ് ED വീണ വിജയനെതിരെയും CMRLനെതിരെയും മാത്രമല്ല നടപടി കടുപ്പിക്കുന്നത്. EDയെ ഇപ്പോൾ ചൊറിഞ്ഞു വിട്ടിരിക്കുകയാണ്. ഒരു വിഷസർപ്പത്തെ നോവിച്ച് വിട്ടിരിക്കും പോലെയാണ് ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം. ED ഉദ്യോഗസ്ഥർക്ക് നേരെ വലിയ ആക്രമണം നടത്തിയിരിക്കുന്നു. ഗുരുതരമായ കുറ്റകൃത്യമാണ്. സഖാക്കൾക്ക് ഈ കുറ്റകൃത്യത്തിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലായത് 5 സഖാക്കൾ, പിടിക്കപ്പെട്ട 5 സഖാക്കൾ ഈ പറയുന്ന കോടതിയെ ജാമ്യത്തിന് വേണ്ടി സമീപിച്ചപ്പോഴാണ്. ജാമ്യാപേക്ഷ കയ്യിലെടുത്ത കോടതി പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന സഖാക്കൾ മോങ്ങി തുടങ്ങിയിരിക്കുന്നു. അതായത് രാജ്യത്തിനെതിരെ ചെയ്ത കുറ്റകൃത്യമാണത്, രാജ്യത്തെ ആക്രമിക്കുന്നതിന് തുല്യമാണത്. ഇവരെയൊക്കെ തുറന്നു വിട്ടു കഴിഞ്ഞാൽ ഇവർ ഇനിയും അക്രമ മാർഗത്തിലൂടെ മുന്നേറും. അതുകൊണ്ട് ജാമ്യം നൽകാനാകില്ല എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. ഇത് കേട്ടപ്പോഴാണ് ജയിലിനകത്തും പുറത്തുമൊക്കെയുള്ള സഖാക്കൾക്ക് വെളിവ് വന്നത്. ഇപ്പോഴും പല സഖാക്കളും ഒളിവിലാണ്. പോലീസിന് പിടികൊടുക്കാതെ അവർ ഒളിച്ചോടുകയാണ്. പക്ഷേ ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്യാനും അറസ്റ്റ് ചെയ്ത പ്രതികൾക്കെതിരായിട്ടുള്ള നിയമ നടപടികൾ കടുപ്പിക്കാനും കുറ്റപത്രമടക്കം നേരത്തെ നൽകി സ്വാഭാവിക ജാമ്യം കിട്ടുന്ന സാഹചര്യം ഒഴിവാക്കാനുമാണ് ഇപ്പോൾ കേരള പോലീസ് ശ്രമിക്കുന്നത്. കാരണം EDയെ ആക്രമിച്ച കേസാണ്. ഇതിൽ ഉഴപ്പാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ അവർ നടപടിക്രമങ്ങൾ വളരെ കൃത്യമായി തന്നെ നിർവഹിക്കുന്നുണ്ട്. കുറ്റപത്രമടക്കം ഉടൻ സമർപ്പിക്കാനുള്ള നിർദ്ദേശമാണ് ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്നാൽ ഇത് മാത്രമല്ല, ജാമ്യം കിട്ടിയില്ലെങ്കിലും കേരളത്തിലെ ജയിലുകളിൽ സുഖിച്ച് കഴിയാമെന്ന മോഹം പോലും ഇപ്പോൾ സഖാക്കൾക്ക് നഷ്ടമാവുകയാണ്. ഈ കേസ് ഇവിടെ നിന്ന് മാറ്റണമെന്നും ഈ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് തൃപ്തിയില്ലെന്നും ഒരു കേന്ദ്ര ഏജൻസി ഈ ആക്രമണത്തിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നും ED ഹൈക്കോടതിയിൽ പറഞ്ഞാൽ ഹൈക്കോടതി അവർക്ക് അനുകൂലമായ വിധി കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ NIAയോ CBIയോ ഈ പറയുന്ന കേസ് ഏറ്റെടുക്കാനായി, EDക്കെതിരെ നടന്ന ആക്രമണങ്ങളുടെ കേസെടുക്കാനായി അല്ലെങ്കിൽ ആ കേസ് ഏറ്റെടുക്കാനായി കേരളത്തിലെത്തും. അങ്ങനെ എത്തിയാൽ എവിടെയാണോ അവർ പുതിയ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ആ സംസ്ഥാനത്തെ ജയിലുകളിലേക്ക് ഈ സഖാക്കളെ മാറ്റേണ്ടി വരും. അത് മിക്കവാറും തീഹാർ ജയിലായിരിക്കും. കേരളത്തിലെ ജയിലുകളിൽ അവർക്കൊരു പക്ഷേ മൊബൈൽ ഫോൺ കിട്ടുമായിരിക്കും. കേരളത്തിലെ ജയിലുകളിൽ സഖാക്കൾക്ക് ഒരു പക്ഷേ മുറി ബീഡിയും അതുപോലെ തന്നെ മദ്യവും മയക്കുമരുന്നും
മയക്കുമരുന്നും ഒക്കെ കിട്ടുമായിരിക്കും. പക്ഷേ തീഹാർ ജയിലിൽ ഇതൊന്നും കിട്ടില്ല. ഭാഷയറിയാത്ത ആ ജയിൽ ലോകത്ത് സഖാക്കൾ നരകിക്കേണ്ടി വരും ജാമ്യം കിട്ടാതെ. ഇതാണ് ജയിലിൽ കിടക്കുന്ന സഖാക്കളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഭയപ്പെടുത്തുന്നത്. തീഹാർ ജയിലിൽ തന്നെ ആകണമെന്നില്ല. ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ദില്ലിയിലാണെങ്കിൽ അവരുടെ വാസം തീഹാർ ജയിലിലായിരിക്കും. മറ്റേതെങ്കിലും സംസ്ഥാനത്താണ് എങ്കിൽ തീർച്ചയായും ആ സംസ്ഥാനങ്ങളിലെ ജയിലുകളിലായിരിക്കും. വിഷയം അവിടെ തീരുന്നില്ല. അവിടെയും ജാമ്യം കിട്ടാതെ ദിവസങ്ങളോളം ജയിലുകളിൽ കഴിയേണ്ടി വരും. മാത്രമല്ല, ജാമ്യം കിട്ടിയാലും കർശന ഉപാധികളോടുകൂടിയായിരിക്കും ജാമ്യം കിട്ടുക. കേരളത്തിൽ തിരികെ വന്ന് തിരികെ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് മടങ്ങാമെന്നൊന്നും ഒരു സഖാവും വിചാരിക്കേണ്ട. പിന്നീട് അവരുടെ കഷ്ടകാലം ആരംഭിക്കും. കേസ് വിചാരണയ്ക്കെടുത്താലും ഇല്ലെങ്കിലും കേസിൻ്റെ കാര്യങ്ങൾക്കായി നിരന്തരം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്, അതായത് എവിടെയാണോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ സംസ്ഥാനങ്ങളിലേക്ക് ഈ പ്രതികൾക്ക് പോകേണ്ടി വരും. കോടതിയിൽ ഈ കേസ് വിചാരണയ്ക്കെടുക്കുമ്പോൾ വക്കീലന്മാരെ വെച്ച് ഈ കേസ് വാദിക്കേണ്ടി വരും. നിരന്തരം മറ്റ് സംസ്ഥാനങ്ങൾ, അതായത് എവിടെയാണോ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ആ സംസ്ഥാനത്ത് നിന്നും കേരളത്തിലേക്കും ഇവിടെ നിന്ന് അങ്ങോട്ടേക്കും സഖാക്കൾക്ക്, അതായത് ഈ കുറ്റവാളികൾക്ക് യാത്ര ചെയ്യേണ്ടി വരും. വെറുതെ വിട്ടാൽ പോലും മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം ഈ കേസിന് പിന്നാലെ നടന്നിട്ട് വേണം വെറുതെ വിടാൻ. മാത്രമല്ല, ഇതിൽ ശിക്ഷിക്കപ്പെട്ടാലോ സ്വാഭാവികമായി തടവ് ശിക്ഷ മാത്രമല്ല ലഭിക്കുക, വലിയ നാശനഷ്ടമാണ് ഇവർ ഇഡിക്ക് വരുത്തി വെച്ചിട്ടുള്ളത്. ഇഡി ഹയർ ചെയ്ത വാഹനങ്ങൾ, അത് തീർച്ചയായും അതിൻ്റെ നഷ്ടപരിഹാരം ഇഡി കൊടുക്കുമായിരിക്കാം. പക്ഷേ പ്രതികളിൽ നിന്നും അതിൻ്റെ പൂർണ്ണമായ നഷ്ടപരിഹാരവും പലിശയും അടക്കം ഈടാക്കാനുള്ള കേസ് തീർച്ചയായും ഇഡി കോടതിയിൽ നൽകും. അങ്ങനെയാണ് എങ്കിൽ വസ്തുവകകളടക്കം ജപ്തി ചെയ്തു പോകാനുള്ള സാഹചര്യവുമുണ്ട്. ഇങ്ങനെ ഒന്നിനും കൊള്ളാത്തവരെ പോലെ ഇനി വർഷങ്ങൾക്ക് ശേഷം കേരളത്തിലേക്ക് മടങ്ങി വരേണ്ടി വരും ജയിൽ ശിക്ഷ കഴിഞ്ഞ്. ആ സമയത്ത് പാർട്ടി ഇവരെ അങ്ങനെ അങ്ങ് നോക്കിക്കൊള്ളണമെന്നില്ല. തീർച്ചയായും പുതിയ അണികൾ, ഇവർ പോയാൽ മറ്റൊന്ന് എന്ന രീതിയിൽ പുതിയ അണികൾ അന്ന് പാർട്ടിക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം ഇനി ഈ പാർട്ടിക്ക് വേണ്ടി ഹോമിക്കേണ്ടി വരും എന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇഡിക്കെതിരെ ആക്രമണം നടത്തിയ സഖാക്കൾ ഉള്ളത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇഡി റെയ്ഡ് കേരളത്തിൽ 12 ഇടങ്ങളിൽ നടന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വസതി അടക്കമുള്ള കേന്ദ്രങ്ങളിലാണ് റെയ്ഡ് നടന്നത്. പിണറായി വിജയൻ്റെ മരുമകനും മുൻ മന്ത്രിയുമായിരുന്ന മുഹമ്മദ് റിയാസിൻ്റെ കുടുംബ വീട്ടിലടക്കം റെയ്ഡ് നടന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വീണ വിജയൻ്റെ സാന്നിധ്യം എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെ ഇഡി ഉദ്യോഗസ്ഥർ എത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. CMRLുമായി ബന്ധപ്പെട്ട മറ്റു ചില കേന്ദ്രങ്ങളിലും കർണാടകയിലെ ചില കേന്ദ്രങ്ങളിലും റെയ്ഡുകൾ നടന്നുവെന്ന സൂചനയുണ്ട്. അതായത് ഇഡിക്ക് ഈ റെയ്ഡുകളിൽ നിന്നും വളരെ വിലപ്പെട്ട തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. ഡിജിറ്റൽ തെളിവുകളും അതുപോലെ തന്നെ മറ്റ് വളരെ പ്രധാനപ്പെട്ട രേഖകളുമെല്ലാം പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വീണയുടെ 242 ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചത്. ഏതാണ്ട് 19 കോടിയോളം രൂപ ഈ ബാങ്ക് അക്കൗണ്ടുകളിൽ ഉണ്ടായിരുന്നു എന്നാണ് സൂചന. മാത്രമല്ല, ഈ ബാങ്ക് അക്കൗണ്ടുകളുടെ മരവിപ്പിക്കലിന് പിന്നാലെ കടുത്ത നടപടികളിലേക്ക് ഇഡി വീണ്ടും പോവുകയാണ്. വീണ വിജയൻ്റെ ലോക്കറുകളടക്കം പരിശോധിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഇഡി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആ സമയത്താണ് വെള്ളിയാഴ്ച വരെ തുടർ നടപടികൾ നിർത്തിവെക്കാനുള്ള ഒരു കോടതി വിധി ഉണ്ടാകുന്നത്. ഇത് താൽക്കാലികമായി വീണ വിജയനും CMRLനും ആശ്വാസം നൽകുമെങ്കിലും വെള്ളിയാഴ്ചയ്ക്ക് ശേഷം തീർച്ചയായും ഇഡിയെ കൂടുതൽ അന്വേഷിക്കാനുള്ള, അല്ലെങ്കിൽ ഇഡി അന്വേഷണം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് വരാൻ പോകുന്നത് എന്ന് ഏറെക്കുറെ വ്യക്തമാണ്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെ വിധി സ്റ്റേ ചെയ്യാൻ ഡിവിഷൻ ബെഞ്ച് തയ്യാറായിട്ടില്ല എന്നോർക്കണം. അതുകൊണ്ട് തന്നെ ഇഡിക്ക് ഈ കേസുമായി മുന്നോട്ട് പോകാം എന്ന വിധിയായിരിക്കും ഉണ്ടാവുക എന്ന് എല്ലാവരും പറയുന്നു. അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും വീണ വിജയനെ അടുത്ത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനായിരിക്കും ഇഡി ശ്രമിക്കുക. ലോക്കറിൽ എന്താണുള്ളത് എന്നതുകൂടി പരിശോധിച്ചതിന് ശേഷം അറസ്റ്റിലേക്ക് കടക്കാനാണ് ഇപ്പോൾ ഇഡിയുടെ തീരുമാനം. എന്തായാലും സഖാക്കളുടെ ഈ വീരകൃത്യം കൊണ്ട് വീണ വിജയൻ്റെ കേസ് മുറുകിയിട്ടേയുള്ളൂ. സഖാക്കളുടെ ജീവിതം ഹോമിക്കപ്പെടുകയും ചെയ്തു.